നമ്മളുടെ കുറവുകളെക്കാളും കൂടുതൽ കഴിവുകളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആ കഴിവുകളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കഴിവുകളെ മാത്രം നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി കുറെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കുറവുകളൊന്നും പിന്നെ ഒരു കുറവായിട്ട് മനസ്സിൽ തോന്നത്തേ ഇല്ല ആർക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല, എനിക്ക് പൊക്കം കുറവ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ നോക്കുന്ന ആ ഒരു രീതിക്കല്ല. ഞാൻ ഇപ്പൊ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. ഇപ്പൊ എല്ലാരും കാണുന്നത് എന്റെ കഴിവുകളെയാണ്. അപ്പൊ നമ്മൾ ആ കുറവുകളെ മാറ്റി നിർത്തി കഴിവുകളെ മാത്രം നോക്കിയാൽ മതി. എപ്പോഴും നമ്മളെ സന്തോഷമായിട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ വിഷമം വന്നിട്ടില്ല? അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ചിന്ത ഒന്നും തോന്നിയിട്ടില്ല? ഇടയ്ക്കിപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ അതിലോർത്ത് ഡിപ്രഷൻ അങ്ങനെ വന്നിട്ടേ ഇല്ല എനിക്ക്. അങ്ങനെ അതിനെ നമ്മള് വേറൊരു തലത്തിൽ അങ്ങ് കണ്ടിരിക്കുക, അങ്ങനെ വന്നിട്ടേ ഇല്ല എനിക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷത്തിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് ഓർക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും. അങ്ങനെ നല്ലൊരു പപ്പയുണ്ട്, നല്ലൊരു മമ്മയുണ്ട് അല്ലേ, ചേച്ചിമാരുണ്ട്, കുഞ്ഞാനിയനുണ്ട്. ഇപ്പൊ അതാ പഠിച്ച് +2 ഒക്കെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുന്ന സമയമല്ലേ, അത് എത്ര സന്തോഷമുള്ള ഒരു സമയത്തിൽ നിൽക്കുക അല്ലേ. ഇപ്പൊ ഈ പത്രത്തില് വാർത്തയൊക്കെ വന്നു, ഈ ടിവിയില് ന്യൂസൊക്കെ വന്നു കഴിയുമ്പോ ശരിക്കും എന്താ തോന്നുന്നേ? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റില് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, പ്ലാൻ ചെയ്യല്ലേ, ഇപ്പൊ തന്നെ പ്രൗഡ് മൊമെന്റ് ആണ്. എല്ലാം ഇങ്ങനെ സംഭവിച്ച്. അപ്പോ ഈ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞില്ലേ, അന്ന് MLA-യും DO ഒക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ, അന്ന് അവര് വന്നിട്ട് എന്താ സംസാരിച്ചത് നമ്മളോട്? അവര് എന്നെ നല്ല പോലെ അനുമോദിച്ചു, എനിക്കൊരു ബൊക്കെയൊക്കെ തന്നു, പിന്നെ പൊന്നാരയൊക്കെ അണിയിച്ചു. എന്താ അവര് പറഞ്ഞത്? അവർക്ക് നല്ല ഹാപ്പിയാണ്. കാരണം ഇടുക്കിയില് നല്ലൊരു വിജയം നേടാൻ എനിക്ക് സാധിച്ചതിൽ അവര് നല്ല ഹാപ്പിയാ. അവരാരും എന്നെ കണ്ടിട്ടുമില്ല, അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇത് വന്നപ്പോ എല്ലാരും നല്ല ഹാപ്പിയായി. ഓക്കെ, ഇത് ഫസ്റ്റ് നമ്മളിത് അറിയാണ്, +2 റിസൾട്ട് ഫുൾ A+ വന്നു. എങ്ങനെ നെറ്റില് ആരായിരുന്നു സെർച്ച് ചെയ്തതൊക്കെ? ഞാൻ തന്നെ 11ലും 10ലും ഒക്കെ ഞാൻ തന്നെ ആദ്യം റിസൾട്ട് നോക്കും മാറിയെന്ന്. അതിന്റെ നല്ല ആണെങ്കിൽ പോയി പറയാം, അങ്ങനെയുള്ള ഒരു രീതിയാ. പക്ഷെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പം ചേച്ചി അനിയൻ ഇങ്ങനെ മാറി ഞങ്ങള് നോക്കാന്നുള്ള രീതി. പക്ഷെ ഞാൻ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ നോക്കി. ഞാൻ ആദ്യം തന്നെ മാർക്കിനേക്കാളും പെട്ടെന്ന് A+ ആണോ എന്ന് നോക്കിയിട്ടാണ് പിന്നെ മാർക്ക് എത്രയാന്ന് നോക്കുന്നത്. അപ്പം ഞാൻ നോക്കി. പിന്നെ എല്ലാരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ഭയങ്കര ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മാത്സ് പരീക്ഷ എനിക്ക് കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് മാർക്ക് അതിനകത്ത് കുറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പരീക്ഷ കഴിയുമ്പോ വരുമ്പോഴേ എല്ലാ വിഷയത്തിന്റെ ഞാൻ എന്തോരം എഴുതി അതിന്റെ ഇങ്ങനെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അന്നേരം മാത്സ് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എനിക്ക് A+ലേക്ക് വരുന്നില്ലായിരുന്നു. അപ്പൊ ഒരു വിഷമം ഉണ്ടായിരുന്നു, കിട്ടുവോ ഒരു 70-80 ഒക്കെ കിട്ടാനായിരിക്കും ചാൻസ് എന്ന് വിചാരിച്ചല്ലേ. A+ എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ A+ കിട്ടി. അതിന്റെ ഭയങ്കര ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പിടിച്ചാ മാർക്ക് നോക്കുന്നത്. അപ്പൊ ഈ +2 ഒക്കെ വരുമ്പോ ഡബിൾ വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് അതും ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെ ടീച്ചർമാര് അത് നോക്കി ഇപ്പൊ ഞാൻ തെറ്റാന്ന് വിചാരിക്കുന്ന ആൻസറും ചിലപ്പോ ശരിയായിരിക്കും. നമ്മൾ അവിടെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ തെറ്റിയതായിരിക്കും അല്ലേ.